ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് NRIസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം NRIs ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സ്പെസിഫിക് റൂൾസ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫയൽ ചെയ്യുന്ന റിട്ടേണിലും ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാറുണ്ട്. പൊതുവെ കണ്ടുവരുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് നമ്പർ 1, നോൺ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഞാനൊരു NRI ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് പൊതുവെ NRIസിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണ. ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് ലിമിറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, മറിച്ച് ഇൻവെസ്റ്റ്മെന്റ്സും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവെ കണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് NRE FD, പർച്ചേസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിങ്ങൾ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സബിൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുവഴി നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ സോഴ്സ് പ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. So always try to file your return yearly. Mistake number 2, choosing the wrong form or selecting ITR 1. ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് 7 ഫോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ 4 ഫോംസ് ആണ് ഇൻഡിവിജ്വൽസ് അവരുടെ റിട്ടേൺ ഫയലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ITR 2ഉം ITR 3യുമാണ് NRIs റിട്ടേൺ ഫയലിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്നാൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് അവർ ITR 1 ഉപയോഗിച്ച് അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾ ഇൻകം ടാക്സിന് മുമ്പിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് മിസ്റെപ്രസെന്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ചെക്ക് യുവർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് യുവർ ഇൻകം സോഴ്സ്, ദെൻ സെലക്ട് ദ ഫോം കറക്റ്റ്ലി. മിസ്റ്റേക്ക് നമ്പർ 3, നോട്ട് ഫയലിംഗ് യുവർ ഇൻകം ടാക്സ് റിട്ടേൺ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ജൂലൈ 31 ആണ്. എന്നാൽ അതിനുശേഷവും നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജൂലൈ 31 ശേഷമാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 5,000 rupees വരെ ലേറ്റ് ഫയലിംഗ് ഫീ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ അഡീഷണൽ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും നഷ്ടമാവുന്നു. സോ ഓൾവേസ് മേക്ക് ഷുവർ യു ഫയൽ യുവർ റിട്ടേൺ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ടു അവോയ്ഡ് ദീസ് പ്രോബ്ലംസ്. മിസ്റ്റേക്ക് നമ്പർ 4, ഇഗ്നോറിംഗ് ദ ടാക്സ് റെസിഡൻസി റൂൾ. ഇൻകം ടാക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സ് റെസിഡൻസി റൂൾ എന്ന് പറയുന്നത്. ഒരാളുടെ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ബേസ് ചെയ്തിട്ടാണ്. റെസിഡൻഷ്യൽ റൂൾ പ്രകാരം നിങ്ങൾ 182 ഡേയ്സിൽ താഴെയാണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു നോൺ റെസിഡൻ്റായി മാറുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഇൻകത്തിനെ ബേസ് ചെയ്തും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ട് തന്നെ 4 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണം. മറിച്ച് നിങ്ങളൊരു റെസിഡന്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്ലോബൽ ഇൻകം ഇവിടെ ടാക്സബിൾ ആവുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടു ഡിറ്റർമൈൻ യുവർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ബിഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഇൻ ഇന്ത്യ. മിസ്റ്റേക്ക് നമ്പർ 5, ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം. ഇൻകം ടാക്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം. ഓരോ ടൈപ്പ് ഓഫ് ഇൻകത്തിനും ഓരോ ടാക്സ് റേറ്റ് ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെയാണ് മിക്ക NRIസും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിവിഡൻഡ് ഇൻകം. ഡിവിഡൻഡ് ഇൻകം NRIസിന് ആപ്ലിക്കബിൾ ആവുന്നത് 20% ഫ്ലാറ്റ് റേറ്റിലാണ്. എന്നാൽ റെസിഡൻസിന് ഇത് സ്ലാബ് റേറ്റിലും. ഇത് ശ്രദ്ധിക്കാതെ മിക്ക NRIസും അവരുടെ ഡിവിഡൻഡ് ഇൻകം സ്ലാബ് റേറ്റിൽ ഓഫർ ചെയ്യുന്നു. ഇത് അവരുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബി വെരി കെയർഫുൾ വൈൽ ക്ലാസിഫൈയിങ് യുവർ ഇൻകം. ഈ പറഞ്ഞ മിസ്റ്റേക്കുകളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റിട്ടേൺ ഫയലിംഗ് അക്യുറേറ്റ് ആക്കാനായിട്ട് സാധിക്കും. റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ തന്നെയാണ്, ബട്ട് വിത്ത് ദ റൈറ്റ് നോളജ് ഇറ്റ് ക്യാൻ ബി മാനേജബിൾ.